ഓവർലോക്ക് മെഷീൻ്റെ ഭാഗങ്ങളെക്കുറിച്ചാണ് ഈ സെഷനിൽ നമ്മൾ പഠിക്കുന്നത്. ഈ സെഷൻ്റെ അവസാനത്തോടെ നിങ്ങൾക്ക് ഓവർലോക്ക് മെഷീനെക്കുറിച്ച് അറിയാനും വിവിധ ഇനം ഓവർലോക്ക് സ്റ്റിച്ചുകളെ ലിസ്റ്റ് ചെയ്യാനും ഓവർലോക്ക് മെഷീൻ്റെ പ്രധാന ഭാഗങ്ങൾ തിരിച്ചറിയാനും കഴിയും. അരികുകൾക്ക് ഫിനിഷിംഗ് നൽകാനോ സീമിങ്ങിനോ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ പർപ്പസ് മെഷീനാണ് ഓവർലോക്ക് മെഷീൻ. ഇത് ക്ലാസ് 500ന് കീഴിലാണ് വരുന്നത്. അതായത് ഒന്നോ അതിലധികമോ ഗ്രൂപ്പ് ത്രെഡുകൾ ഉപയോഗിച്ചാണ് തുന്നലുകൾ രൂപം കൊള്ളുന്നത്. കൂടാതെ മെറ്റീരിയലിന്റെ അരികിലൂടെ കടന്നുപോകുന്ന ഒരു കൂട്ടം ത്രെഡുകളിൽ നിന്ന് ലൂപ്പുകൾ കടന്നുപോകുന്ന ചില പൊതുവായ സ്വഭാവ സവിശേഷതകളുമുണ്ട്. ഓവർലോക്ക് സ്യൂയിങ് മെഷീനുകൾ സാധാരണയായി 1000 മുതൽ 901 RPM വരെ ഉയർന്ന വേഗതയിൽ പ്രവർത്തിക്കുന്നു. കൂടാതെ വ്യാവസായിക ആവശ്യങ്ങളിൽ പലതരം തുണിത്തരങ്ങൾക്കും ഉൽപ്പന്നങ്ങൾക്കും എഡ്ജിംഗ്, ഹെമ്മിംഗ്, സീമിംഗ് എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നു. അലങ്കാരം, ബലം നൽകാൻ ഒക്കെ ഓവർലോക്ക് സ്റ്റിച്ചുകൾ ഉപയോഗിക്കുന്നു. ഓവർലോക്ക് മെഷീനുകൾ സാധാരണയായി 1, 2, 3, 4 അല്ലെങ്കിൽ 5 ത്രെഡ് ഫോർമേഷനുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ രൂപീകരണത്തിനും വ്യത്യസ്തമായ ഉപയോഗങ്ങളും ഗുണങ്ങളുമുണ്ട്. 1 ത്രെഡ് ഓവർലോക്ക് ടെക്സ്റ്റൈൽ ഫിനിഷിംഗിനായി തുണികളുടെ ആദ്യാവസാനം വരെ സീമിംഗ് അല്ലെങ്കിൽ ബട്ട് സീമിംഗ് ആയി ഉപയോഗിക്കുന്നു. 2 ത്രെഡ് ഓവർലോക്ക് സ്റ്റിച്ച് ടൈപ്പ് 503 മെഷീനിൽ ഒരു സൂചിയും ഒരു ലൂപ്പറും ഉണ്ട്. എഡ്ജിങ്ങിനും സീമിങ്ങിനും ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് നിറ്റുകൾ, നെയ്ത്ത് തുണിത്തരങ്ങളിലും സീം എഡ്ജ് ഫിനിഷിംഗ്, ഫ്ലാറ്റ്, ലോക്ക് സീം സ്റ്റിച്ചിങ്, അടിവസ്ത്രത്തിനും ഹെമ്മിങ്ങിനും, ഇലാസ്റ്റിക്, ലേസ് സ്റ്റിച്ച് ചെയ്യുന്നതിന് എന്നിങ്ങനെ ഉപയോഗിച്ചു വരുന്നു. റോൾഡ് ഹെം ചെയ്യാൻ സ്റ്റിച്ചുകൾ ക്രമീകരിക്കാനാകും. 3 ത്രെഡ് ഓവർലോക്ക് സ്റ്റിച്ച് ടൈപ്പ് 504 മെഷീനിൽ ഒരു സൂചിയും 2 ലൂപ്പറുകളും ഉണ്ട്. ഫിനിഷിംഗ് എഡ്ജ്, ഡെക്കറേറ്റീവ് എഡ്ജിംഗ്, സീമിംഗ് നെറ്റ് അല്ലെങ്കിൽ നെയ്ത തുണി എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നു. മികച്ച സ്ട്രെച്ചിങ്ങിനും റിക്കവറിങ്ങിനുമുള്ള ഏറ്റവും സാധാരണമായ ഓവർ എഡ്ജിംഗ് ആണിത്. ഇവിടെ ഇവിടെ ഇരുവശത്തും തുന്നലുകൾ ഒരുപോലെയാണ്. 4 ത്രെഡ് ഓവർലോക്ക് മെഷീനിൽ 2 സൂചികളും 2 ലൂപ്പറുകളുമുണ്ട്. ഇത് ഒരു ചെയിൻ സ്റ്റിച്ച് അല്ലെങ്കിൽ ഒരു സേഫ്റ്റി സ്റ്റിച്ചിങ്ങിനായി ഉപയോഗിക്കുന്നു. ഡെക്കറേറ്റീവ് എഡ്ജിങ്ങും ഫിനിഷിംഗും, ഉയർന്ന സ്ട്രെസ് ഏരിയകളിലുള്ള സീമിംഗ്, ഫ്ലെക്സിബിലിറ്റി നിലനിർത്തിക്കൊണ്ട് അധിക ശക്തി സൃഷ്ടിക്കുന്ന മോക്ക് സേഫ്റ്റി സ്റ്റിച്ചുകൾ എന്നിവയ്ക്കായി ഉപയോഗിച്ചു വരുന്നു. നെയ്ത്തുകൾക്കും നിറ്റുകൾക്കും അനുയോജ്യം. മെഷീൻ ടു ത്രെഡ് അല്ലെങ്കിൽ 3 ത്രെഡ് ഓവർലോക്കായി കൺവേർട്ട് ചെയ്യാം. 5 ത്രെഡ് ഓവർലോക്ക് മെഷീനിൽ 2 സൂചികളും 3 ലൂപ്പറുകളുമുണ്ട്. ഇത് 3 ത്രെഡ് ഓവർലോക്കിനൊപ്പം ചേർന്ന 2 ത്രെഡ് ചെയിൻ സ്റ്റിച്ച് ആണ്. ഇടത് സൂചിയും താഴ്ന്ന ലൂപ്പറും 2 ത്രെഡ് ചെയിൻ സ്റ്റിച്ച് ഉണ്ടാക്കുന്നു. ഓരോ യൂണിറ്റ് നീളമുള്ള തുന്നലിനും 20 മടങ്ങ് ത്രെഡ് നീളം ആവശ്യമാണ്. ഓവർലോക്ക് മെഷീൻ ഉപയോഗിച്ച് സീം അലവൻസിന്റെ റോ എഡ്ജുകൾ സ്റ്റിച്ച് ചെയ്യുന്നത് വളരെ വേഗത്തിൽ ഫിനിഷ് ചെയ്യാൻ സഹായിക്കുന്നു. ഓവർലോക്ക് മെഷീൻ 2 തുണിക്കഷ്ണങ്ങൾ ഒരുമിച്ച് തുന്നാനും ഉപയോഗിക്കാം. ഉദാഹരണത്തിന് നെയ്ത വസ്ത്രങ്ങൾ. ഇത് എഡ്ജുകൾ മുറിക്കുകയും സ്റ്റിച്ച് ചെയ്യുകയും ഒരേ സമയം സാധ്യമാക്കുന്നു. ഓവർലോക്ക് മെഷീനുകൾ വ്യത്യസ്ത മോഡലുകളിൽ ലഭ്യമാണ്. എന്നാൽ എല്ലാം അടിസ്ഥാനപരമായി സമാനമാണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന യന്ത്രം 2 നൈഫുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന 3 ത്രെഡ് ഓവർലോക്ക് മെഷീനാണ്. ചലിക്കുന്ന മുകളിലെ മൂർച്ചയുള്ള അപ്പർ നൈഫും താഴത്തെ ഭാഗത്ത് ലോവർ നൈഫും. വൃത്തിയുള്ള ഫിനിഷ് നൽകുന്നതിന് തുണിയുടെ തേഞ്ഞ അരികുകൾ മുറിച്ചു മാറ്റിയിരിക്കുന്നു. നീഡിൽ ബാർ, തം സ്ക്രൂ, പ്രസർ ഫുട്ടിന്റെ മർദ്ദം നിയന്ത്രിക്കാൻ, ത്രെഡ് കട്ടർ, പ്രസർ ഫുട്ട് നീഡിൽ, ടെൻഷൻ സെറ്റ് അതായത് സൂചിക്ക്, ടെൻഷൻ സെറ്റ് ഓവർ ലൂപ്പറിന്, ടെൻഷൻ സെറ്റ് അണ്ടർ ലൂപ്പറിന്, ക്ലോത്ത് പ്ലേറ്റ്, സ്ലൈഡ് കവർ, ഹാൻഡ് വീൽ ക്ലോക്ക് വൈസിൽ കറങ്ങുന്നു, ഫീഡ് റേഷ്യോ, സെറ്റ് ഗ്ലാസ്, ഓയിൽ വിൻഡോ എന്നിവയാണ് പ്രധാന ഭാഗങ്ങൾ. ഇവ മെക്കാനിസത്തിന്റെ ലൂബ്രിക്കേഷനും ഓയിൽ ടാങ്കിലെ എണ്ണയുടെ നിലയും ലോവർ അപ്പർ നൈഫിനെയും സൂചിപ്പിക്കുന്നു. ലോവർ അപ്പർ നൈഫ് വിപരീത ദിശയിൽ ഉറപ്പിച്ചിരിക്കുന്നു. മൂർച്ചയുള്ള അരികുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നൽകിയിരിക്കുന്നു. അങ്ങനെ ഓരോ ചലനത്തിനും ഫാബ്രിക്കിനെ കട്ട് ചെയ്യുന്നു. നൈഫുകളുടെ മൂർച്ചയുള്ള എഡ്ജുകൾ 0.5 മുതൽ 1 മില്ലിമീറ്റർ ആഴത്തിൽ ഓവർലാപ്പ് ചെയ്യുന്നു. ഓവർലോക്ക് മെഷീനിൽ 2 ഫീഡ് ഡോഗ് ഉണ്ട്. മെയിൽ ഫീഡ് ഡോഗ്, ഡിഫറൻഷ്യൽ ഫീഡ് ഡോഗ്. ഇവ രണ്ടിന്റെയും ലെവലുകൾ പരസ്പരം തുല്യമായിരിക്കണം. കൂടാതെ ഉയരം അതാത് ബോൾട്ടുകൾ ഉപയോഗിച്ച് സ്വതന്ത്രമായി ക്രമീകരിക്കാം.
ഫീഡ് ഡോഗിന്റെ ഉയരം മെറ്റീരിയലിന്റെ കനം അനുസരിച്ച് ക്രമീകരിക്കണം. നേർത്ത വസ്തുക്കൾക്ക് 1 മില്ലിമീറ്റർ, ഇടത്തരം കട്ടിയുള്ള വസ്തുക്കൾക്ക് 1.3 മില്ലിമീറ്റർ, കട്ടിയുള്ള മെറ്റീരിയലിന് 1.5 മില്ലിമീറ്റർ എന്നിങ്ങനെ നീഡിൽ പ്ലേറ്റിന്റെ മുകളിൽ ഉയർത്തിയിരിക്കുന്നു. ഫീഡ് റേഷ്യോ നട്ട് റെഗുലേറ്റർ ഫീഡ് ഡോഗിന്റെ ടീത്തിനെ വർദ്ധിപ്പിക്കുകയും കുറയ്ക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ഓവർലോക്ക് മെഷീൻ, കത്രിക, സ്ക്രൂ ഡ്രൈവർ, ട്രിമ്മർ, ത്രെഡ്, ഫാബ്രിക് എന്നിവ ഉപയോഗിച്ച് ഒരു ടാസ്ക് ചെയ്യാം. ഓവർലോക്ക് മെഷീന്റെ പ്രധാന ഭാഗങ്ങൾ തിരിച്ചറിയുക എന്നതാണ് ടാസ്ക്. ഓയിൽ വിൻഡോ ഗ്ലാസ്. ഓയിൽ ടാങ്കിലെ എണ്ണയുടെ അളവ് സൂചിപ്പിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ബാലൻസ് വീൽ. ബാലൻസ് വീലിൽ സ്റ്റിച്ച് ലെങ്ത് സ്പെസിഫിക്കേഷൻ നൽകിയിരിക്കുന്നു. സ്ലൈഡ് പ്ലേറ്റ്. ലൂപ്പർ ത്രെഡ് ചെയ്തതിനു ശേഷം സ്റ്റിച്ചിങ് സമയത്തും പ്ലേറ്റ് പൂർണ്ണമായി അടച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുന്നു. ടെൻഷൻ ഡിസ്ക്. 5 ത്രെഡ് ഓവർലോക്കിന് 2 നീഡിൽ ത്രെഡ് ടെൻഷൻ ഡിസ്കും 2 ലൂപ്പർ ടെൻഷനും നൽകിയിരിക്കുന്നു. പ്രഷർ ഫൂട്ട് പ്രഷർ നോബ്. ഫാബ്രിക്കിനെ അടിസ്ഥാനമാക്കി പ്രഷർ ഫൂട്ട് നോബ് ഉപയോഗിച്ച് ടെൻഷൻ ക്രമീകരിക്കാം. പ്രഷർ നൽകുമ്പോൾ ഫാബ്രിക് ഹോൾഡ് ചെയ്യാനും പ്ലൈ ഷിഫ്റ്റ് ഒഴിവാക്കാനും സഹായിക്കുന്നു. ഫീഡ് ഡോഗ്. ഡിഫറൻഷ്യൽ ഫീഡ് ഡോഗ് സ്ഥാപിച്ചിരിക്കുന്നു. നൈഫ്. നീഡിലിനോട് ചേർന്ന് റോ എഡ്ജുകൾ മുറിക്കാൻ ബ്ലേഡ് സെറ്റ് ചെയ്ത് തയ്യൽ പ്രക്രിയ ആരംഭിക്കാം. ഓവർലോക്ക് മെഷീന്റെ ഭാഗങ്ങൾ എന്ന വിഷയത്തിൽ നമ്മൾ ഈ സെഷന്റെ അവസാനത്തിലെത്തി. ഇപ്പോൾ നിങ്ങൾക്ക് ഓവർലോക്ക് മെഷീനെ കുറിച്ച് അറിയാനും ഓവർലോക്ക് സ്റ്റിച്ചുകൾ ലിസ്റ്റ് ചെയ്യാനും ഓവർലോക്ക് മെഷീന്റെ പ്രധാന ഭാഗങ്ങൾ തിരിച്ചറിയാനും കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു.